വെൽക്കം ചെയ്യാണ്. രണ്ടുപേർക്കും വരാം. എന്താണ് മാറി നിൽക്കുന്നത്? ബെർമൂഡൊക്കെ ഇട്ട് പണി കഴിഞ്ഞിട്ട് വരികയാണെന്നൊക്കെ പറയും. അടുത്ത മണികണ്ഠനും വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് വരാതെ എവിടെ എന്നുള്ളത് മണികണ്ഠാ, രണ്ടുപേരും ഓക്കെ അല്ലേ? ഒരു മൈക്കും കൂടെ വേണം നമുക്ക്. സന്തോഷം, ഒരുപാട് സന്തോഷം. പറയൂ. എന്നെ ആദ്യമായിട്ട് കലോത്സവ വേദിയിൽ കൊണ്ടുപോയ ആളാണ് ഇരിക്കുന്നത്. കണ്ണൂർ അല്ലേ? ഞാൻ സിനിമാ താരമായതിനു ശേഷം ആദ്യം പങ്കെടുക്കുന്ന പരിപാടി കണ്ണൂർ കൊണ്ടുപോയി നമ്മൾ ഒരു ദിവസം അടിച്ചു പൊളിച്ച് അല്ലേ? അത് അന്ന് ട്രെയിനല്ല, ബസ്സിനാണ് വരുന്നത് അല്ലേ? ബസ്സിന് വന്ന് ട്രെയിൻ കിട്ടുന്നില്ല, ബസ്സിൽ വരുന്നു. ബസ്സിൽ രാത്രി കൊണ്ട് തിരിച്ചു ലുങ്കിയെ കൊടുത്തിയാണെന്ന് വരുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ അവിടുന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യണം. അതൊക്കെ മണിയന്ത്രിങ്ങനെ ഓർത്തിരിപ്പുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇക്കാനെ കണ്ടപ്പോൾ അതാണ് ഓടി വന്നത്. അതല്ലേ? നമ്മളെ ഇവിടെ എത്തിച്ച ആളല്ലേ? എപ്പോ എത്തിയായിരുന്നു? ഞങ്ങളിവിടെ ഷൂട്ടുണ്ട്, ഇതേ പ്രമോദനുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ 3-4 പേര് കൂടിയാണ് വന്നത്. ബാക്കി ഇവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി എല്ലാം തെന്നി നടക്കുവാണല്ലേ? അല്ലേ? എല്ലാം തെന്നി നടക്കുവാണല്ലേ? പെപ്പയുടെ ഒരു പടം നടക്കും, ആന്റണി പെപ്പയുടെ. ഓക്കെ, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ അവർ താമസിക്കുന്നത് അല്ലേ? അതിന്റെ ഷൂട്ട് പണി കഴിഞ്ഞ് നേരെ വന്ന വഴിയാ. അല്ല, ഈ പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ചപ്പോ പണി കഴിഞ്ഞിട്ട് വരാന്നുണ്ടോ? പണി എന്നാന്ന് പറഞ്ഞില്ല, പണി സിനിമയിൽ അഭിനയിച്ചിട്ട് എന്നാന്നല്ല. ഞാൻ പണി കഴിഞ്ഞിട്ട് മെക്കാട് പണി എനിക്ക് വരും. ഞാനും ആ വേഷത്തിലായിരുന്നു. ഞാൻ വന്ന വഴിക്ക് ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കയറി വാങ്ങിച്ചുണ്ടാ. ഒരു വീട്ടിൽ നിന്ന് 2 മുണ്ട് മേടിക്കുന്ന മോശമില്ലെന്ന് ഞാൻ അതുകൊണ്ട് ഒരു മുണ്ട് മാത്രമേ വായിച്ചുള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് വേദിയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ? ഇതൊക്കെ സന്തോഷമല്ലേ? ഈ വലിയ സ്വപ്നമല്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞ പോലെ ഒരു കടമീടല്ല ഇതൊക്കെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പിള്ളേരെ നാടകം പഠിപ്പിക്കുകയും പരിപാടി കേട്ട് ഞാനായിട്ട് കലോത്സവത്തിൽ ഉപജില്ലാ കലോത്സവം വരെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ അന്നത്തെ സാഹചര്യങ്ങൾ പല രീതിയിലുള്ളതും ബുദ്ധിമുട്ട് വന്ന് പോകാൻ പറ്റില്ല. പക്ഷേ ഇത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു, അതുകൊണ്ട് ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചത്. അതൊക്കെ രസമല്ലേ? ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞതല്ലേ, ഇത് ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല, ഇതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അത് ഭാഗ്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് അതൊക്കെ. അതുങ്ങളൊക്കെ കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും അതെ. മണികണ്ഠൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയൊക്കെയാണ് അല്ലേ? പ്രമായിട്ടും പറഞ്ഞ പോലെ തന്നെ ജില്ല വിട്ട് അങ്ങോട്ട് പോരാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ വേറെ റൂട്ടിലെത്തി. അല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും ഡ്രാമ മാസ്റ്ററുകളാണ് അല്ലേ? നിങ്ങളെ പിന്നെ നാടകത്തിൽ നിന്ന് വന്ന കലാകാരന്മാരാണ്. അവരുടെ ഒരു കലാവാസന വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കലാമേളകളിൽ എത്തുന്നത്. നമുക്കിന്ന് നാടക മത്സരങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു, നാളെയും ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. നാടകം കാണാൻ വരും. മണികണ്ഠൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമയിൽ തന്നെ അഭിനയിക്കുന്നു. കൊല്ലത്താണ് ഷൂട്ടിംഗ് എടുക്കുന്നത്. സിനിമയുടെ പേരും അതും ഒരു പ്രൊമോഷൻ ആണല്ലോ ഈ സമയത്ത് നമുക്ക്. അല്ല, അത് പേര് വെളിപ്പെടുത്തിയിട്ടില്ല, അവരായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളായിട്ട് പറയേണ്ടതായില്ല. പക്ഷെ നമ്മൾ കൊല്ലത്തൊരു ഷൂട്ടിനാണെന്നറിയാം. അതല്ലേ? 10-30 ദിവസം ഉണ്ട്. മേഡത്തിന്റെ പ്രൊഡക്ഷനാണ്, പ്രൊഡക്ഷനാണ്. വലിയ അന്ന് പ്രഖ്യാപിച്ച സിനിമ. അതെ. അപ്പൊ നമുക്ക് എന്തായാലും മണികണ്ഠൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം. തീർച്ചയായിട്ടും. എന്നിട്ട് വേണം നമുക്ക് അടുത്തേക്ക് പോകാൻ. എനിക്ക് സുഖമില്ല. അല്ല, സുഖമില്ലാന്ന് ആദ്യം പറയുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു നല്ല നാടൻ പാട്ട് പാടാൻ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? ഏത് പാട്ട് വേണിയും പാടാം. നിങ്ങൾ പാട്ട് പാടുന്ന എനിക്കറിയാലോ. തെയ്യാദീനം ദിനദാരു തെയ്യന്നം ദാരു തക തെയ്യാദീനം ദിനദാരു തെയ്യന്നം ദാരു തെയ്യാദീനം ദിനദാരു തെയ്യന്നം ദാരു തക തെയ്യാദീനം ദിനദാരു തെയ്യന്നം ദാരു തെക്കൂന്നൊരു കാറ്റു വരുന്നത് കണ്ടോടാ ചെക്ക, തെക്കേലെ മാവിൻ കൊമ്പു കുലുങ്ങണ കണ്ടോടാ. കാറ്റേറ്റൊരു തേൻകനി വീണാൽ, പൊന്നിറമൊരു മാങ്കനി വീണാൽ, ഓടി 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 എത്തണതാരാടാ ചക്ക, ഓടി 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 എത്തണതാരാടാ ചക്ക. തകതിമി തെയ്യാദീനം ദിനദാരു തെയ്യന്നം ദാരു തക തെയ്യാദീനം ദിനദാരു തെയ്യന്നം ദാരു തെയ്യാദീനം ദിനദാരു തെയ്യന്നം ദാരു തക തെയ്യാദീനം ദിനദാരു തെയ്യന്നം ദാരു. വടക്കൂന്നൊരു പാട്ട് കേക്കണ് കേട്ടോടാ ചെക്ക, വടക്കേലെ മാവിൻ കൊമ്പിൽ പാടണതാരാടാ. പാട്ടിനൊത്തൊരാട്ടമാടാൻ
ഒത്തുചേർന്നു താളം തട്ടാൻ ഓടിയോടിയോടിയെത്തണതാരാടാ ചക്ക, ഓടിയോടിയോടിയെത്തണതാരാടാ ചക്ക. തകതിമിതയ്യാദീനം ദിനദാരു തെയ്യന്നം താരോ, തകതയ്യാദീനം ദിനദാരു തെയ്യന്നം താരോ, തകതയ്യന്നം താരോ, ഇനിയുണ്ട്. ഇത് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് നിർത്തിയേക്കാം. ഇനിയും പാട്ടിന്റെ ബാക്കിയുണ്ട്. വേറെ പരിപാടി ഉള്ളതുകൊണ്ടേ. വേറെ ഇപ്പൊ എന്താ പരിപാടി? നല്ല പരിപാടി അവിടെ നടക്കുന്നത്. അത് ഗ്രൂപ്പ് ഡാൻസ് ആണ് ഇപ്പൊ നടക്കുന്നത് അല്ലേ? അത് ഏറ്റവും നല്ല കഷ്ടപ്പെട്ടുള്ള ഗ്രൂപ്പ് ഡാൻസ് ആണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാം എല്ലാ വേദികളിലും ഒരേ പരിപാടിയാണ്. അതും നമ്മൾ പ്രേക്ഷകർക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കലാകാരന്മാരാണ് വന്നിരിക്കുന്നത്. നമ്മൾ പാടി ഉള്ളത് കളയണ്ടല്ലോ. അല്ല, അങ്ങനെയല്ലോ. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കലോത്സവ വേദി വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പെർഫോമൻസ് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളത് സന്തോഷമുണ്ടല്ലോ. നല്ല മനോഹരമായി പാടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കലോത്സവത്തിനും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ അല്ലേ? ആ വേദന മാറിയില്ലേ? ആ വേദന മാറിയില്ലേ? അതാണ് മണിയണ്ണൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പോവാന്നുള്ളതാണ് അതിന്റെ ഒരു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്തായിരിക്കും? നമുക്കൊരു അല്ല, എനിക്ക് ആദ്യം ഓടിയെത്തിയത് ഇക്ക തന്നെയാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളാണ് ആദ്യം ഓർത്തത്. ഇവിടെ കയറുമ്പോൾ തന്നെ പറഞ്ഞു ഹൈദരാലി പൊക്കും നമ്മളെ. ഹൈദരാലി എന്തായാലും ഉറപ്പിച്ച് പറഞ്ഞത് ഞാൻ വേറൊരു ചുരിദാറിട്ട് തന്നെ, ഈ ചുരിദാറില്ലാതെ വേറൊരു ചുരിദാറിട്ട്. അല്ല, ഇതൊക്കെയാണ് ഒരു സന്തോഷം. നമുക്ക് സന്തോഷം, വളരെ ബന്ധങ്ങളുമാണല്ലോ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ. പറയാമല്ലോ, നന്നായിട്ട് കഷ്ടപ്പെട്ട് രാവിലെ 4:30 ഞങ്ങൾ പോയതാ പണിക്ക്. അതായത് കടലിലാണ് പണി. അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് വരും. ഉപ്പരസമായിരിക്കും ദേഹം മുഴുവൻ, കുളിച്ചിട്ട് പോലും സത്യം. പക്ഷെ ഇത് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നാൽ അല്ല, അതാണ് നമുക്ക് കലാകാരന്മാർക്ക് കലയോടുള്ള ശ്രമം. കുറച്ചു മുമ്പ് ഇവിടെ MLA വിഷ്ണുനാഥും അതോടൊപ്പം നൗഷാദ് MLA രണ്ട് പാർട്ടിയിൽ നിന്നുള്ള MLA-മാരാണ് വന്നത്. ഇവരെ കലോത്സവം പങ്കുവെക്കാണ്. രണ്ടുപേരും നല്ല ആളും പാട്ടുകാരല്ല, നടന്മാരും പാട്ടുകാരും. ഇവർ രണ്ടുപേരും. അതാണ്, കലയിൽ ഒന്നുമില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മളൊരു പാട്ട് പാടിയപ്പോൾ കേട്ട് നിൽക്കുന്ന പല രാഷ്ട്രീയക്കാരുണ്ട്, പല മതക്കാരുണ്ട്, പല ചിന്താക്കാരുണ്ട്. പക്ഷെ കല അതാണ്, കലയാണ് ഇത്രയും പേരെ ഒന്നിച്ചിവിടെ കൊണ്ടുവന്നത്. അതെ, 14,000 കുട്ടികൾ പിന്നെ ഒഴുകിയെത്തുകയാണ്. ചെറിയ കാര്യമാണ്. അതാണ് ഈ ആശ്രമ മൈതാനം എന്ന് പറഞ്ഞത്. ആശ്രമ മൈതാനം എന്ന് പറഞ്ഞ വലുതാണ്. ഒത്തിരി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ മൈതാനം. പിന്നെ അല്ലേ? വളരെ സന്തോഷം. അത് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും. നമുക്ക് ഈ ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഞങ്ങളും വന്ന് നിൽക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. എന്നാ ഒരു പാട്ടുകൂടെ പാടി നമുക്ക് നിർത്താം. ഒരു പാട്ടുകൂടെ പാടി നമുക്ക് അല്ല, അത് ഇപ്പൊ ഒരു പാട്ടുകൂടെ പാടി നിർത്താം. അല്ലെങ്കിൽ എന്റെ അടുത്ത് ആളുകൾ ചോദിക്കില്ല, ഒരു പാട്ടുകൂടെ പാടിയിട്ട് നിർത്തും നമ്മൾ അല്ലേ? വേണേണ്ട. കുട്ടനാടൻ കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടുംകുരവയുമായി കെട്ടുവള്ളങ്ങൾ നിറന്നേ തെയ്യാദിനം ദിനം താരോ തകതെയ്യത്തിനം ദിനം താരോ തെയ്യാദിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ. കുട്ടനാടൻ കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടുംകുരവയുമായി കെട്ടുവള്ളങ്ങൾ നിറന്നേ തെയ്യാദിനം ദിനം താരോ തകതെയ്യത്തിനം ദിനം താരോ തെയ്യാദിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ. കാവലത്തപ്പന്റെ നാട്ടിൽ നല്ല ശ്രീലകം വാഴുന്ന കോവില് ചുറ്റിപ്പറക്കും അമ്പലപ്രാവുകളെ തെയ്യാദിനം താരോ തെയ്യാദിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ. മതി. താങ്ക് യു അല്ല, താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്തിനാണല്ലോ? അതാണ് താങ്ക് യു മണിയണ്ണൻ പോകാൻ വേണ്ടി. പക്ഷെ മണിയണ്ണൻ അങ്ങനെ ഞാൻ വിടില്ലല്ലോ. മണിയണ്ണൻ ഒരു 2 ലൈൻ പാടാതെ എങ്ങനെ പോകും? ഒരു ഇല്ല, സൗണ്ട് ഭയങ്കര. എന്നാ നമുക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുവിടെയാ അല്ല, ഞങ്ങൾ ഇവിടെയാ. മണിയണ്ണൻ പറ നമുക്ക് പറയാം. നമുക്ക് ഒന്നാമത് എനിക്ക് നന്നായിട്ട് പാടാൻ അറിയില്ല. അത് വേണ്ട അത് ഞാൻ കേട്ടു. നന്നായിട്ടില്ല, അത് വേണ്ട. അല്ല, ഒരു 2 ലൈനും പാടണ മണിയണ്ട. എന്താ എല്ലാരും ഇവിടെ നിൽക്കുമല്ലേ? അപ്പൊ ഞാൻ എന്റെ പറഞ്ഞേ കമ്മട്ടിപ്പാടത്തിലെ പാട്ട് ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അരിയും കുരലും ചങ്കും എല്ലാരുടെയും പൊന്മകനെ. ഞാൻ ഏന്തിയ ചാറും ജരവും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ. നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച, നീ വാരിയ ചുടുചോറപ്പം വെന്തേ പോയി നന്മകനെ.
അക്കാണും മാമലയൊന്നും നമ്മുടെതല്ലൻ മകനെ, ഇക്കായൽ കരയും കഴവും ആരുടേതുമല്ലൻ മകനെ. പുഴുപുല്ലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ, പുലിപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ, പലകാലപ്പര ദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം കലയിച്ചു പൊറുക്കും ഇവിടം ഭൂലോകം. എടാ ഒരു പാട്ട് പാടുമ്പോഴാടാ നീ അവിടെ ഒന്നും ഇങ്ങനെ കാണിക്കില്ല. അപ്പൊ നിങ്ങൾ നിന്നിവിടെ കൊണ്ടുവരും ഒരു പാട്ട് പാടാൻ അറിയിക്കില്ലല്ലേ? അവനെ എന്റെ ഒരു പഴയ ശിഷ്യനാ. ഞങ്ങളൊരു നാടകം ചെയ്തിരുന്നു RLV കോളേജ്. അപ്പൊ അവനെ കണ്ടപ്പോ ഞാനാകെ ഷോക്കായി പോയി. നല്ല ഗുരുദക്ഷിണ, പരിചയമുള്ള ഒരു ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ എത്തി നോക്കിയത്. ഞാൻ കാണുമല്ലോ ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അങ്ങ് അപ്പോഴാണ് മൂപ്പർ എത്രയോ കാലത്തിന് ശേഷം കാണുകയാണ്. എനിക്ക് തോന്നുന്നു അതിന് നമ്മളൊരു തൃശ്ശൂർ ഒരു പ്രോഗ്രാം കണ്ടില്ലേ, IFFKയിലോ, ആ സമയത്ത് കണ്ടിരുന്നു. എന്തായാലും ഒരു 5-6 വർഷത്തിന് ശേഷം കാണാം. 5-6 വർഷത്തിന് ശേഷം കാണുന്ന കേട്ടോ. ശബ്ദം കേട്ടാണ് വന്നത്. അതാണ് ഞാൻ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ പാട്ട് ഞാൻ ഉറക്കത്തിൽ പോലും മറക്കാത്ത പാട്ടാണ്, തെറ്റാത്ത പാട്ടാ, അത് തെറ്റിപ്പോയി. ഞാൻ ആസ്വദിച്ച് തരികയായിരുന്നു. അല്ല നേരത്തെ ഇപ്പൊ ഒരു ഗുരുവിനുള്ള സ്നേഹമാണ് കണ്ടത് കേട്ടോ. ആ ശബ്ദം കേട്ട് തിരിച്ചു വന്നിട്ട് അവിടെ നിന്നിട്ട് 6 വർഷത്തിന് ശേഷം ഇവിടെ വന്ന് കണ്ടുകിട്ടത്. ഒരു അധ്യാപകനാണ്. ഞാനിപ്പോൾ MJ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ഞാനിപ്പോൾ കുട്ടിയൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സത്ത് മൂപ്പരെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പം നാടകം ആയിക്കോട്ടെ, അഭിനയം ആയിക്കോട്ടെ. ഇപ്പം മോണോ ആക്ട് നാളെ ഒരു കുട്ടി വരുന്നുണ്ട് ഇവിടെ. അത് തന്നെ മൂപ്പരത്തു നിന്ന് കിട്ടുന്ന അഭിനയ പാഠങ്ങൾ തന്നെയാണ് ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഇതൊക്കെ ബൈ ചാൻസ് വന്ന് കേട്ടണം കേട്ടോ. അത് ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു. അതാണ് ഞാൻ നമ്മള് ഇപ്പൊ പല ആളുകളും കാണും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് നമുക്ക് അങ്ങനെയൊന്നും ഇടറാറില്ല. പക്ഷെ ഇവനെ കണ്ടപ്പോൾ ഇടറിയേണ്ട കാര്യം അതാണ്. അതെ 6 വർഷം എന്താ പറയാ. അതെ ഒരുപാട് സന്തോഷം. കോഴിക്കോടുകാരനാണ്. അല്ല കോഴിക്കോടുകാരൻ. നാളെ പുള്ളിയുടെ ശിഷ്യൻ വരുന്നുണ്ട്, മോണാക്ടുമായിട്ട് വരുന്നുണ്ട്. അതിനും നിങ്ങളെ ഒന്ന് ഒരുമിച്ച് കൂട്ടാൻ ഈ വേദി തന്നെ എനിക്കായതുകൊണ്ട് എനിക്കും സന്തോഷമുണ്ട്. ഇനി ഞങ്ങൾ പൊക്കോട്ടെ. അല്ല നമ്മുടെ ശിഷ്യൻ വന്നപ്പോൾ ശിഷ്യനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമുക്കിവിടെ. അത് വേണ്ടേ ക്യാമറന് വേണ്ടി? 6 വർഷത്തിന് ശേഷം 6 വർഷത്തിന് ശേഷം കാണുവാണ്. 6 വർഷത്തിന് ശേഷം അല്ല ഡയലോഗ് മലയാള പടത്തിലെ അത് പറയാം. ഇന്ത്യയുടൻ വന്നിരിക്കുന്നു. അതൊന്നും പറഞ്ഞാണ്ടല്ലോ. അപ്പൊ 6 വർഷത്തിന് ശേഷം വന്നിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും കൊടുക്ക്. മൈക്ക് ഞാൻ കൊടുത്താൽ ഈ മൈക്ക് പിന്നെ മേടിക്കില്ല, ഞാൻ തരാം. ഞാനൊരു പാട്ട് പാടാം. ഓക്കെ. പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ, സുറുമയെഴുതിയ മിഴികളേ. താങ്ക് യു. അല്ല തീർച്ചയായിട്ടും അതെ. പിന്നെ 2 MLA ഇവിടെ കൊണ്ട് 2 MLA കാര്യം പറഞ്ഞതാണ്. 2 കലാകാർ വന്നപ്പം MLA നെ കുറിച്ച് ഇപ്പൊ പറയുക ചെയ്താണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വിശ്വനാഥ് MLA ഇവിടെ നിന്ന് പറഞ്ഞൊരു കാര്യങ്ങള്. എന്തായാലും ശിഷ്യന്റെ പാട്ട് തീർച്ചയായിട്ടും നമ്മളിവിടെ കയറി നിൽക്കണം. റോഡ് ബ്ലോക്ക് ആക്കൽ പറഞ്ഞിട്ട്. അപ്പം ശിഷ്യൻ വന്നിട്ട് കോഴിക്കോട് നിന്ന് വന്ന് ആ ഒരു യാദൃശ്യമായി വന്നിട്ട് ഒരു ഗുരുദക്ഷിണ പോലെ ഒരു പാട്ടുപാടി നൽകിയിട്ടുണ്ട്. എന്തായാലും കണ്ടതിൽ ഒത്തിരി സന്തോഷം. ആശാനും ശിഷ്യനെ ഇനി പറഞ്ഞു വിടണമെന്നാണ് പറഞ്ഞു വിടണം. എന്തായാലും ഒത്തിരി സന്തോഷം ഈ സമയത്ത് ഇവിടെ വന്ന് നമ്മളോടൊപ്പം സഹകരിച്ചതിലും ഒത്തിരി സന്തോഷമുണ്ട്. പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വിജയാശംസകൾ എല്ലാവർക്കും. തീർച്ചയായിട്ടും ഇനിയും എവിടെ ഷൂട്ടുണ്ട്, ഇനിയും ഇടയ്ക്ക് വരുമല്ലോ അല്ലേ? ഇടയ്ക്ക് വരുമല്ലോ. നാടകം കാണാൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വേദികളിൽ ഇനിയും വന്ന് നമുക്ക് പോകാം. ഓരോ ദിവസം നിങ്ങളുടെ ഒരു സന്തോഷം പങ്കുവെക്കാൻ. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഒത്തിരി സന്തോഷം രണ്ടുപേരോടും. ഒത്തിരി സന്തോഷം. ശിഷ്യന്റെ അടുത്തും ഒത്തിരി സന്തോഷം. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. Al Azhar Group of Institutions.
പെരുമ്പലിച്ചിറ തൊടുപുഴ.